നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ലോറി ഉടമ മനാഫിന് 1.61 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഒറ്റ ദിവസം കൊണ്ട് 10,000-ൽ നിന്ന് ലക്ഷത്തിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാർ കുത്തനെ കൂടി. ഇപ്പോൾ 1.61 ലക്ഷം സബ്സ്ക്രൈബർമാരാണ് ചാനലിനുള്ളത്. അർജുന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരണങ്ങൾ മനാഫ് പങ്കുവച്ചിരുന്ന ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒറ്റ ദിവസം കൊണ്ട് 10,000-ൽ നിന്ന് 1 ലക്ഷം കടന്നത്. അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു. എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം, കല്ലെറിഞ്ഞു കൊന്നോളുമെന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം. വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർദ്ധിച്ചത്. ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നിറയുന്നത്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂലി ആയതുകൊണ്ടാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചാരണം. രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിക്കുന്നവർക്ക് പിന്നിലെന്നതാണ് പ്രധാനമായി ഉയർന്നുവന്ന ആരോപണം. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയിച്ച കുടുംബത്തിന് നന്ദിയെന്നും അളിയന്റെ ഈഗോ കാരണം മനാഫ് വീണ്ടും വലുതാവുകയാണെന്നുമെല്ലാം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. മനാഫിന്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ അർജുനെ കിട്ടിയതിനു ശേഷം വേറെ വീഡിയോ ഇട്ടേനെ എന്നും ചിലർ കുറിച്ചു. അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുന്റെ കുടുംബം അദ്ദേഹത്തെ തുറന്നു കാണിക്കുമ്പോൾ സമാധാനമെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട്. 13 ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുന്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയെന്നതാണ് മനാഫിന്റെ വിശദീകരണം.